ഹലോ, നമസ്കാരം. അഖിലേട്ടൻ വലിച്ചിട്ട് കയറിയില്ലേ? ജനകീയ കോടതിയിൽ ഹാഷ്മി അഖിലിനെ വലിച്ചിട്ടങ്ങോട്ട് കയറി, നിലത്തിരുത്തിയില്ല. സത്യത്തിൽ ഹാഷ്മി ഇങ്ങനെ കണ്ണീൻ ചോറില്ലാത്ത പരിപാടി ചെയ്യാറില്ല. എവിടെയും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ണീൻ ചോറില്ലാത്തൊരു പരിപാടി ഹാഷ്മി ചെയ്യാറില്ല. പൊതുവെ ഈ ചർച്ചകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോൾ അതിലൊക്കെ കയറി ഇടപെട്ട് മിനിമം ഒരു ഇതൊക്കെ കൊടുക്കാറുണ്ട് ആളുകൾക്ക്. ഇങ്ങനെ ക്രൂരമായി അണ്ണാക്കി കയറി വെടിയിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അഖിലിന് വൃത്തിയായിട്ട് വലിച്ചിട്ട് ചാരിച്ചമ്മരും പൊട്ടിച്ച്. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഒരു ആൾ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ വളരെ പൈശാചികമായിട്ടാണ് അഖിലിന്. എനിക്ക് ചില സമയത്തൊക്കെ വിഷമം തോന്നി അഖിലിൻ്റെ ആ അവസ്ഥ കണ്ടിട്ട്. തേച്ചൊട്ടിക്കുക എന്നതിന് അപ്പുറം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതായിരുന്നു ഹാഷ്മി ചെയ്തത്. അത്രയും പൈശാചികം ക്രൂരത ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ചെയ്തു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. മുൻപ് ഒരു വട്ടം അഖിലിനൊരു സമയം കിട്ടിയ സമയത്ത് ഈ ഹാഷ്മിനെ ഒന്ന് ചവിട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ടാണ്. അത് ഹാഷ്മിയുടെ മനസ്സിലുണ്ടായിരുന്നു. മറ്റാരുമല്ല, ഇവിടെ മൈത്രേയൻ ഹാഷ്മിൻ്റെ അടുത്ത് പറഞ്ഞത് ഹാഷ്മി ആയതുകൊണ്ടാണ്. മൈത്രേയനൊക്കെ ആയിരുന്നെങ്കിൽ ഞാനൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ വലിച്ച് മരം പൊട്ടിച്ചേരുന്നതാണ് അന്ന് അഖിലിൻ്റെ വെടുവായത്തരം പറഞ്ഞത്. അഖിൽ അങ്ങനെയാണല്ലോ, പലപ്പോഴും വെടുവായത്തരം വലിച്ചിട്ടിളക്കാൻ കുഴപ്പമില്ല. എൻ്റെ അർത്ഥം ഏകദേശമൊക്കെ ആയിരുന്നു. ഹാഷ്മിക്കൊന്നും അതിനുള്ള പവറില്ല, ഒരാളെ വലിച്ചിട്ടടിക്കാനുള്ള പവറില്ല. ഹാഷ്മിയൊക്കെ നിസ്സാരം, അത്ര വിവരമില്ലാത്ത ഒരാൾ എന്ന ലെവലിലാണ് അന്ന് അഖിൽ അത് പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഹാഷ്മി കൊടുത്തത്. അഖിലേട്ടൻ, ആൾക്കാരെ എപ്പോഴെങ്കിലൊക്കെ കൊത്തുമ്പോൾ ഒന്ന് ആലോചിക്കണം, നമുക്ക് ആ കൊത്ത് തിരിച്ചു വരുമെന്ന്. ഏത് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽ പോകുകയോ ചേരുകയോ ജയിക്കുകയോ ഭരിക്കുകയൊക്കെ ചെയ്തോളൂന്നേ, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ഈ വെടുവായിത്തരം ഞാനാണ് അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ സൂപ്പർ എന്ന നിങ്ങളുടെ തോന്നലൊക്കെ ഉണ്ടല്ലോ, അതിനാണ് വലിച്ചിട്ട് കയറിയത്. അവിടെ പറയാൻ പറ്റാത്ത മറുപടി, അല്ലെങ്കിൽ അവിടെ ഞാൻ പലതും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറച്ച് നേരത്തെ മൂപ്പര് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എന്നിട്ട് തുറന്ന സംവാദത്തിന് വിളിക്കുകയാണ് ഹാഷ്മിയെ. പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ മൂപ്പരും കൂടെ ഓടിയോ വരല്ലേ? നിങ്ങൾ ഓൾറെഡി എന്താ പറയുക, നാരായണക്കല്ലെടുത്തു. നിങ്ങളെടുത്തേക്ക് ഇനി ആര് സംവാദത്തിന് വരാനാ? തെരുവിന്ന് ഒരാളെ വിളിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരാളെയും കിട്ടില്ല. എന്തായാലും നമ്മളെ അഖിലേട്ടൻ കരഞ്ഞ് മെഴുകുന്നുണ്ട് ഇപ്പോൾ. ആ വീഡിയോ ഒന്ന് കണ്ടിട്ടില്ല, അതാ കണ്ടോളി. ഹാഷ്മി നമസ്കാരം. ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. എന്റെ ഉള്ളിൽ ഉറച്ച സത്യവും നീതിയും ഉണ്ടായതുകൊണ്ടും എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ്. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലകളിൽ ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്കുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എൻ്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല, ഹാഷ്മി ഒരു നല്ല മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ ഈ പരിപാടിയിൽ അതിഥിയായി വിളിച്ച ആൾക്കാരോട് എനിക്കെതിരെ എന്തൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന്. എന്തല്ലേ മനുഷ്യന്റെ ഒരു അവസ്ഥ? ബുദ്ധിന്നോ ടൈമില് ആരുമില്ലാണ്ടായി. ഇപ്പൊ കാറിലിരുന്ന് കരയാണ്. ഇപ്പൊ അഖിലേട്ടൻ എവിടെ എത്തി? നമ്മളെ പഴയ മാങ്ങ കച്ചവടം ഓർമ്മയില്ലേ? ഏകദേശം അതിൻ്റെ ഒരു സൈഡിലൊക്കെ എത്തിയിട്ടുണ്ട്. മാങ്ങ കച്ചവടം മോശമായിട്ടില്ല കേട്ടോ. ചില വീഡിയോകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ, നിങ്ങൾ മാത്രമാണ് ശരി, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമുള്ളൂ ശരി എന്നതൊക്കെ ആയിരുന്നു. നിങ്ങൾ കുടുംബമായിട്ട് ഇട്ടിട്ടുള്ള ചില വീഡിയോകളൊക്കെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിരിക്കുകയായിരുന്നു അതൊക്കെ. ഒരു സാധാരണ പത്രപ്രവർത്തകൻ, ഒരു TV അവതാരകൻ ഹാഷ്മി വിത്തിൻ ഒരു സമയം കൊണ്ട് വലിച്ചിട്ട് കീറിച്ചമരുമലോട്ട് ഒട്ടിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ ആരെങ്കിലും കേൾക്കാനുണ്ടാ?
നിങ്ങളെ കമന്റ് ബോക്സ് ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളെ തെറിയോട് തെറിയണെന്ന്. പഴയ ആരാധകരൊന്നുമില്ല. അപ്പൊ അഖിലേട്ടൻ പണ്ടാരോ പറഞ്ഞ പോലെ കൊടുത്ത ചാനലിൽ നിന്നും കിട്ടും, ഇതന്നെയുള്ളൂ. എന്താ ശരിയല്ലേ? അഖിലേട്ടൻ കിട്ടിയില്ലേ?